CPM വളർത്താൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനെ മുഴുവൻ CPM ഏരിയ കമ്മിറ്റി ആക്കി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഭരണം 45 വർഷക്കാലമായി തടവറയിൽ കിടന്ന ജനങ്ങളെ ഞങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിച്ചു. നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ അവിടെ വന്നത് എന്റെ പാർട്ടി പ്രവർത്തകന് വട്ടിയൂർക്കാവിൽ വെച്ചിട്ട് പോലീസ് മർദ്ദനമേറ്റത് ഞങ്ങളെ പ്രവർത്തകർ ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റ് ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങൾ മാനസികമായി തകർന്ന ഈ അവസ്ഥയിലും ഞങ്ങൾ വീണ്ടും നിയമത്തിന്റെ വഴി കൂടെ പോട്ടെ എന്ന്. അത് ആ സമയത്ത് ശ്രീലേജേശി അവിടെ ഇല്ലേ? ഞാൻ അവിടെ കണ്ടു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ആരോടും കൊലവിളി നടത്തിയിട്ടില്ല. ആരെ ഔദാര്യത്തിൽ വളർന്ന പ്രസ്ഥാനം എന്നല്ല ഇത്. കേരളത്തിലെ BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ സുഹൃത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പോലീസ് കമ്മീഷൻ ഞങ്ങളെ മുമ്പിൽ സമ്മതിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ വീഡിയോ കണ്ടിട്ട്, ഈ മണികണ്ഠൻ കൊടുത്ത വീഡിയോ കണ്ടിട്ട് എറി എവിടെ നിന്ന് വരുന്നു, എറി വന്നത് വലത് സൈഡിൽ നിന്ന ടീം അവിടെ നിന്നാണ് എറി വരുന്നത്. ഈ ഞങ്ങളെ ടീമിൽ ഇരുന്നത് ഇടത് സൈഡിലാണ്, വലത് സ്ഥലത്താണ് എറി വരുന്നത്. കൃത്യമായും കണ്ടതാണ്. ഇതിലെ ഒരു കാര്യം, ഒരു FIR BJPയും CPM ഒരുമിച്ച് ചേർത്ത് FIR ഇടുക, പരാതിക്കാരനെ പിടിച്ച് അടിക്കുക, ഇത് വേറൊന്നുമല്ല. ഇത് ശരിക്കും ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്, തിരക്കഥ നാടകം തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങളെ മേയർ അടക്കമുള്ള ഒരു നേതൃത്വം അവിടെ ചെല്ലുന്ന സമയത്ത് എന്താ ഇത് കാണിക്കാത്തത്? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് പ്രതികളെ കാണിക്കാനും കസ്റ്റഡിയിലത്തെ കാണിക്കാനും എയർ ക്യാമ്പിൽ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾ കേരളത്തിൽ കാണിയിട്ടുണ്ടോ? ഇവിടെ കണ്ടോൺമെന്റ് AC മാന്യമായി പെരുമാറുന്നു, സിറ്റി പോലീസ് കമ്മീഷണർ മാന്യമായി നമ്മളോട് സംസാരിക്കുന്നു. ഈ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ ഈ SHO എന്ന് പറയുന്ന ഈ വിപിൻ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടിക്ക് വന്ന ഇയാൾ ഈ മാന്യതയില്ലാതെ പെരുമാറുന്നു. ഇന്നലെ ഞങ്ങളെ ചെമ്പഴന്തി ഉദയനെടുത്ത് വളരെ അപമാനിയതായി ഈ SI ദീപു പെരുമാറുന്നു. അവിടെ നേരത്തെയും ഇതുപോലൊരു കൗൺസിലർക്കെതിരെ അല്ല, ഏത് കാര്യത്തിന് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായി തന്നെ കാണും. നമ്മളെ വിഷയം ആ തെറ്റൊന്നും നിങ്ങൾ വിഷയത്തെ തിരിച്ചു കളിക്കണ്ട. തെറ്റായിട്ട് തന്നെ കാണാം. അതിന് ശക്തമായ നിലപാടും BJPക്ക് ഉണ്ടാവും. തെറ്റായി കാണുന്ന കാര്യങ്ങൾ തെറ്റായി തന്നെ കാണാം, അങ്ങനെ നമ്മൾ വിചാരിക്കില്ല. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാളരാത്രികളെ ഓർമ്മിക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇതിനെ ആവർത്തിക്കാൻ പാടില്ല. സർക്കാർ മാറിയാലും മാറിയില്ലെങ്കിലും ശരിയില്ല. ഈ അവസാന ഘട്ടത്തിൽ CPM വളർത്താൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനെ മുഴുവൻ CPM ഏരിയ കമ്മിറ്റി ആക്കി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഒന്നുമല്ലാത്ത സമയം ഇതൊക്കെ നേരിട്ടവരാണ്. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ BJP ഒരു കാലഘട്ടത്തിൽ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 30-35 വർഷത്തിന് മുമ്പ് ഈ തിരുവനന്തപുരത്ത് 80കളിൽ അന്നൊക്കെ ഞങ്ങൾ നേരിട്ടവരാണ്. ഞങ്ങളതൊക്കെ മനോധൈര്യത്തോടെ ഞങ്ങൾ നേരിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം. ആരെ ഔദാര്യത്തിൽ വളർന്ന പ്രസ്ഥാനം എന്നല്ല ഇത്. കേരളത്തിലെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തതാണ് ഞങ്ങൾ. എന്താണ് ഈ ഭയക്കുന്നത്? എന്താണ് അവർക്ക്? എന്താണ് ഈ പേടി? പോലീസിനെ കേരളത്തിൽ യാതൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ കമ്മീഷണർ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു ഇനി വേറെ സ്പെഷ്യൽ ബ്രാഞ്ച് പരാജയം എന്ന് റിപ്പോർട്ട് ചെയ്യണമല്ലോ. സ്പെഷ്യൽ ബ്രാഞ്ച് പരാജയമാണ്. ഈ പോലീസ് മൊത്തം പരാജയമാണ്. ഈ തെരഞ്ഞെടുപ്പ് അവസാനം ഈ പിണറായി സർക്കാരിന്റെ അവസാന നാളിലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോഴും പോലീസിന്റെ ഒരു ഗുണത്തിൽ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. പോലീസ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ വളരെ സമാധാനമായിട്ട് ഇരിക്കുന്നത്. വിശ്വസിക്കുകയാണ്. നന്മ നീതിയുക്തമായിട്ട് പോലീസ് ഇതിൽ നടപടി എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തും കൂടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇന്നലെ വിളിക്കാത്ത, ഇന്നലെ നിങ്ങൾ വന്നല്ലോ, നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും കമ്മീഷണറെ കണ്ടു. ഞങ്ങളെ പ്രവർത്തകർ ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റ് ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങൾ മാനസികമായി തകർന്ന ഈ അവസ്ഥയിലും ഞങ്ങൾ വീണ്ടും നിയമത്തിന്റെ വഴി കൂടെ പോട്ടെ എന്ന് ഞങ്ങൾ 5 മണിക്ക് വീണ്ടും ഞങ്ങൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷും
ഞാനും ജില്ലാ അധ്യക്ഷൻ ഞാനും RSSന്റെ ചുമതലപ്പെട്ട ആൾക്കാരും ഞങ്ങൾ വീണ്ടും കാണുകയാണ്. സാർ എന്താണ് ഇനി പരിഹരിക്കാൻ എന്ത് വേണം? അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആവശ്യം അംഗീകരിക്കാമെന്ന്. ഞങ്ങൾ ഉച്ചവരെ നോക്കി, നിങ്ങളെ വിളിക്കുന്ന ടൈം വരെ ഞങ്ങൾ നോക്കി, നടന്നില്ല, നടക്കില്ല ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേറെ ഒരു പ്രകോപനമായ മറ്റൊന്നും ഉണ്ടാവില്ല. നിയമത്തിൻ്റെ വഴി കൂടെ തന്നെ മുമ്പോട്ട് പോകും. നിയമപരമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗങ്ങളിലും പോരാട്ടങ്ങളിലും ഞങ്ങൾ അറസ്റ്റ് ഉണ്ടാവട്ടെ. അറസ്റ്റുകളൊക്കെ നമുക്ക് ന്യായമായിട്ടുള്ള അറസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾ അതിനെതിരല്ല. അന്യായമായിട്ട് പോലീസ് പിടിച്ചോണ്ട് പോയി അറസ്റ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ എതിര്. പോലീസ് അറസ്റ്റ് ചെയ്ത് പക്ഷേ നിങ്ങൾ ഈ മർദ്ദിക്കുന്നില്ല, മർദ്ദനം എന്താ അത്? കമ്മീഷണർ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഈ പർട്ടിക്കുലർ സിഇക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ താങ്കൾ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. നാളെ ഞാൻ ഉണ്ടാവും, മുമ്പിലുണ്ടാവും. നാളെ വൈകിട്ടത്തെ തന്നെ മാർച്ചിൽ ഞാൻ ഉണ്ടാവും. നാളത്തേക്ക് മുമ്പായിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ബഹുജന പ്രക്ഷോഭ മാർച്ചിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവും. സാന്നിധ്യത്തിലാണ് ഇന്നലെ ബിജെപി പ്രവർത്തകർ പോലീസിനെതിരെ കൊലവിളി നടത്തിയത്. ജനറൽ ഹോസ്പിറ്റലിൽ ഇന്നലെ ഇല്ല മാഡം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ അവിടെ വന്നത് എൻ്റെ പാർട്ടി പ്രവർത്തകന് വട്ടിയൂർക്കാവിൽ വെച്ചിട്ട് പോലീസ് മർദ്ദനമേറ്റത് കാണാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ വേറൊന്നിനും വേണ്ടി വന്നതല്ല. അത് ഞാൻ കാണുകയും ചെയ്തു, ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പോയി. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഒന്നറിയണം, ഒരു പ്രവർത്തകനെ, ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ഒരു പ്രവർത്തകനെ പിടിച്ചുകൊണ്ട് പോയി മൃഗീയമായി തല്ലിച്ചതച്ച് അവിടെ കൊണ്ടുവരുമ്പോൾ, മിതപ്രായനായി കൊണ്ടുവരുമ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ സംശയമുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ വൈകാരികമായിട്ടുള്ള പ്രവർത്തകർ പ്രതികരിക്കും. പോലീസിനെതിരെ കൊലവിളി എന്ന് ആരും പറഞ്ഞിരുന്നില്ല. അത് ആ സമയത്ത് ശ്രീലേശി അവിടെ ഇല്ലായിരുന്നു. ഞാൻ അവിടെ കണ്ടു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ആരോടും കൊലവിളി നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ആളുകളെ, നമ്മുടെ അടിയേറ്റ മർദ്ദനമേറ്റ പ്രവർത്തകരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഏൽപ്പിച്ചത് മർദ്ദിച്ച ഓഫീസേഴ്സിനെയാണ്. അവരെ മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ തന്നെ കൊണ്ടുപോകാൻ പറയുന്നത് എങ്ങനെ അനുവദിക്കും? ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവർക്കുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി ആ CPM-നെ വല്ലാതെ ഞെട്ടിച്ച് അവർ ഇന്നും അതിൽ നിന്ന് വിമുക്തമായിട്ടില്ല. കോൺഗ്രസും അതുതന്നെയാണ്. ഈ പ്രശ്നത്തിൽ തന്നെ കോൺഗ്രസും CPM ഡീലാണ്. ഈ തെരഞ്ഞെടുപ്പിലെല്ലാം ഡീലാണ്. ഇതെല്ലാം നടത്തുന്നത് BJP-യുടെ തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റം തടയാൻ കെ മുരളീധരനും ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ ചേർന്ന് നടത്തുന്ന വലിയ ഡീലാണ് ഈ തിരുവനന്തപുരത്ത് ആകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇത് കോർപ്പറേഷൻ ഭരണം 45 വർഷക്കാലമായി തടവറയിൽ കിടന്ന ജനങ്ങളെ ഞങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ആഘാതം അതിൽ ഇന്നും വിമുക്തമായിട്ടില്ല, മുക്തരായിട്ടില്ല ഇവിടുത്തെ CPM-ൻ്റെ സഹാക്കന്മാർ. അതിൻ്റെയൊക്കെ ഇതാണ് കാര്യങ്ങൾ. അല്ലേ, അവിടെ വന്ന 10 വാർഡുകളിൽ 9 വാർഡ് BJP ജയിച്ചു. കാച്ചാണി മാത്രമാണ്. അവിടെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് BJP-യെ ആക്രമിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും കൊണ്ട് തളരാൻ പോണില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ തിരുവനന്തപുരം നഗരം, ഈ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഈ അനന്തപുരി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ വ്യക്തമായിട്ടും ഞങ്ങൾ നിയമത്തിൻ്റെ രീതിയിൽ പോകും. ജനാധിപത്യപരമായിട്ടുള്ള സമരമാർഗങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ പ്രക്ഷോഭം നടത്തും.